സംസ്ഥാനത്ത് കുട്ടികൾ പ്രതികളാകുന്ന കേസുകളിൽ വർധന. 14-നും 17-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്. കൊലപാതകം മുതൽ ലഹരി ഇടപാടുകളിൽ വരെ കേസുകളിൽ കുട്ടികൾ പ്രതികളാകുന്നുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകൾ വർദ്ധിച്ചതിന്റെ ഞെട്ടലിലാണ് പോലീസും. MG പ്രതീഷ് നൽകും വിശദാംശങ്ങൾ. പ്രതീഷ്, പോലീസിന്റെ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ബോധ്യപ്പെടുന്നത്? ഈ കുട്ടികൾ പ്രതികളാകുന്ന കേസുകൾ കാലങ്ങൾക്കനുസരിച്ച് കൂടി വരുന്നു എന്നുള്ളതാണോ യാഥാർത്ഥ്യം? റോഷ്നി, തീർച്ചയായും. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളായിരുന്നുവെങ്കിൽ കുട്ടികൾ പ്രതിയാകുന്ന കേസുകൾ കൂടി സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടലാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുത്താൽ 2 വർഷത്തിനിടെയാണ് കുട്ടികൾ, പ്രത്യേകിച്ച് ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പ്രതികളാകുന്ന കേസുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത്. അതിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ട് എന്നതാണ് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. നേരത്തെ ഒന്നും തന്നെ ഇത്തരത്തിലൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സാമൂഹിക സ്ഥിതി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനമായും പോലീസ് ഉൾപ്പെടെ പറയുന്ന കാര്യം. പ്രത്യേകിച്ച് 14 മുതൽ 17 വയസ്സുവരെ പ്രായത്തിനിടയിലുള്ളവരാണ് കൂടുതലും ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്നത്. അതിൽ കൊലപാതക കേസുകളുണ്ട്, ലഹരി കേസുകളുണ്ട്, അടിപിടി കേസുകളുണ്ട്. അങ്ങനെ നിരവധി കേസുകളിലാണ് കുട്ടികൾ പ്രതിപ്പട്ടികയിലുള്ളത്. ഉദാഹരണം എടുത്താൽ പോലും കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ 6 വിദ്യാർത്ഥികളായിരുന്നു പ്രതിയിലായിരുന്നത്. ഈ അടുത്ത മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 16-കാരനാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഒപ്പം പല ലഹരി കേസുകളും പിടിക്കുമ്പോൾ അതിൽ പ്രായപൂർത്തിയാകാത്തവരുണ്ട്. അത്തരത്തിൽ പ്രതിപട്ടികയെ പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്തവർ പ്രതിപട്ടികയിൽ എത്തുന്ന കേസുകളും ഈ അടുത്ത അനവധി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത ഇക്കാര്യത്തിൽ വേണം എന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം. അതിൽ പോലീസിന് നടപടിയെടുക്കുന്നതിൽ പരിമിതികളുണ്ട്. ഇതിൽ സർക്കാരും അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളുമാണ് പ്രവർത്തിക്കേണ്ടത്. ഒപ്പം രക്ഷിതാക്കൾക്കും സമൂഹത്തിൽ ഓരോരുത്തർക്കും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിൽ ഒരു കേസിൽ അകപ്പെടുമ്പോൾ അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് പോലീസ് ചെയ്യുന്നത്. പക്ഷേ അത്തരത്തിൽ ഈ കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടാതിരിക്കാനുള്ള നടപടികൾ, ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സംവിധാനം ചെയ്യണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ ഈ ആലപ്പുഴ സംഭവം പോലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി, അതും 13 വയസ്സുള്ള ഒരു പെൺകുട്ടി കൊട്ടേഷൻ നൽകുന്നു എന്ന കാര്യം കുറെ നാൾ മുമ്പ് വരെ കേരളത്തിൽ ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ പോലും സംസ്ഥാനത്ത് നടക്കുന്നു എന്നതാണ് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.